നല്ല സോഫ്റ്റായ നാടൻ നെയ്യപ്പം. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായി ഞാനിവിടെ 1/2 ലിറ്റർ പച്ചരി കുതിരാണ്ടുന്നുണ്ട്. പെട്ടെന്ന് കുതിർന്ന് കിട്ടും. പച്ചരി തന്നെ. വെള്ളം ഒഴിക്കട്ടെ. അരി ഇങ്ങനെ കുതിരാൻ വെക്കുമ്പോൾ ഞാൻ കഴുകിയിട്ടാട്ടോ വെക്കുക. അതാണ് എനിക്കിഷ്ടം. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഞാൻ കഴുകിയിട്ടാണല്ലോ ഇട്ട് വെച്ചത്. ഇനി കഴുകേണ്ട ആവശ്യമില്ല. ഞാൻ ഈ അരിപ്പയിലേക്ക് മാറ്റട്ടെ. ഫുള്ളായിട്ട് മാറ്റി കഴിഞ്ഞു. വെള്ളമൊക്കെ ഒന്ന് പോവട്ടെ, എന്നിട്ട് വേണം പൊടിക്കാൻ. ഇത് തുണിയിലിട്ട് വെച്ചാൽ പെട്ടെന്ന് വെള്ളം പോയി കിട്ടും, വേഗം പൊടിക്കാനാവും. ഞാൻ തുണിയിലൊന്നിട്ട് വെക്കട്ടെ. ഞാനൊരു തോർത്ത് വിരിച്ചതാണ്. ഇത് തോർത്ത് എന്ന് പറഞ്ഞാൽ ഞാനിത് ഉപയോഗിക്കുന്ന തോർത്തല്ല. ഞാൻ അരി കഴുകും ഇങ്ങനെ ഉലർന്ന് കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന തോർത്ത. അത് ഇതിലാവും വേഗം അങ്ങോട്ടേ വെള്ളം പിടിച്ചോളൂ. അങ്ങനെ പരത്തിയാൻ കിട്ടാൽ തിരക്കുള്ളവർക്ക് നല്ല സുഖമാണ്. അതിനായിട്ട് ഞാനൊരു തോർത്ത് വെക്കല. എൻ്റെ അരിയെല്ലാം ഇങ്ങനെ ഉലർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം അരിപ്പയിലിട്ടു. അരിപ്പയിലിട്ട് വെള്ളം പോക്കി കളിയോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും. എന്നാൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പൊടിക്കുക. പെട്ടെന്ന് പൊടിയും ചെയ്തോളൂ. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ. നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യലുണ്ടോ? പരത്തി കഴിഞ്ഞു. വെള്ളമൊക്കെ പോയി ഉലർന്ന്. ഇനി ഇത് പൊടിക്കട്ടെ. നമ്മൾ പൊടിക്കുമ്പോൾ ഇത് പുട്ടുംപൊടി പാകത്തിന് അത് പൊടിക്കേണ്ടത് കേട്ടോ. അല്ലാതെ പത്തിരിപ്പൊടി പോലെ നൈസല്ല. കുറച്ചൊരു തരി വേണം അപ്പത്തിന്. ഞാൻ ഇതിനെ നല്ല ജീരകം ഇടുന്നുണ്ട്. നല്ല ജീരകവും കുറച്ച് ഏലവും. ഏലോ ഞാൻ തന്നെ അവിടെ ഉണ്ടാക്കിയ ഏലാണ്. വീര്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ പൊടിക്കുമ്പോൾ തന്നെ ഞാനിതങ്ങ് ഇടും. എന്നാൽ പിന്നെ നമ്മൾ ഇവന് മെനക്കെടണ്ടല്ലോ. ഇതാ പൊടിച്ചിവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ നല്ല ജീരകവും ഏലിട്ടത് കണ്ടല്ലോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടി, ഒരു 100 ഗ്രാം മൈദപ്പൊടി. ഇത് അരസേറാണല്ലോ ഉള്ളത്. അതിന് ഞാൻ കുറച്ച് മൈദപ്പൊടി, 100 ഗ്രാം മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നാൽ ഒന്നും കൂടി സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഉരുക്കി ഒഴിക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ കൈ കൊണ്ട് ഇത് മൊത്തത്തിൽ ഒന്നിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം ഉരുക്കി ഒഴിക്കുമ്പോൾ മൈദപ്പൊടി കട്ട പിടിക്കൂല. ആ കുഴക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടണം. എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലെല്ലാം ചേർന്നു. മൈദപ്പൊടി ചേർന്നു, ജീരകം, ഏലം, ഉപ്പ് എല്ലാം ചേർന്നു. ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി കഴിഞ്ഞിട്ട് വെള്ളം ഉരുക്കി ഒഴിച്ചാൽ നല്ലതാണ്. ഞാൻ ഇനി വെള്ളം ഉരുക്കാൻ പോകട്ടെ. ഇതൊക്കെ അങ്ങ് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഉരുക്കാൻ പോവാന്ന് വിചാരിച്ചതാണ്. അല്ലെങ്കിൽ വെള്ളം ഉരുക്കുന്നിടത്ത് ഇളക്കാൻ നിന്നില്ലെങ്കിൽ അതങ്ങ് മറിയും, തിളച്ച് മറിയും. വെള്ളം ഉരുക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു. നമ്മൾ 1 കിലോ അരിയാണ് നമ്മൾ അപ്പത്തിന് എടുക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ട വെള്ളം 3/4 കിലോ. ഞാനിവിടെ 1/2 കിലോ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 1 കിലോ അരിക്ക് 3/4 കിലോ വെള്ളം. ആ കണക്കിനാണ് എടുക്കൽ സാധാരണ. ഇത് ഉരുകി റെഡിയാവട്ടെ. വെള്ളം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ? ശർക്കര പറയും, വെല്ലം എന്ന് പറയും. ഇവിടെ വെല്ലം എന്നാ പറയുക. ഞങ്ങൾ നാട്ടിലൊക്കെ അതിന് ശർക്കര എന്നാ പറയുക. വെല്ലം ഇവിടെ ഉരുകി കഴിഞ്ഞു, റെഡിയായി. ഞാൻ ഈ ചൂടോട് കൂടിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നില്ല. കാരണം മൈദപ്പൊടിയൊക്കെ അത് വെന്തു പോകും. അതുകൊണ്ട് ഇത് കുറച്ചൊന്ന് ചൂട് പോയിട്ടാണ് ഞാൻ അതിൽ ഒഴിക്കുന്നത്. വെല്ലൊന്ന് അരിപ്പയിൽ ഒഴിക്കുന്നുണ്ട്. കല്ല് പോണല്ലോ. കല്ല് കടിച്ചാൽ പിന്നെ അപ്പം എത്ര ടേസ്റ്റ് ഉണ്ടായാലും ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ കല്ലൊക്കെ ഒന്ന് പോക്കാൻ ഇതാ കല്ലുണ്ട്. ഇതാ ഇനി മാവ് റെഡിയാക്കാൻ പോവുക. നന്നായിട്ട് ഇളക്കണം, ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് വേണം കൈകൊണ്ട് അങ്ങ് ഇളക്കാൻ. നല്ല കറുത്ത വെല്ലാണെങ്കിലും അപ്പത്തിന് നല്ല ഒരു കളർ ഉണ്ടാവും.
വെളുത്ത വെല്ലാണെങ്കിൽ അപ്പത്തിന്റെ കളറ് അങ്ങനെ ഉണ്ടാവുള്ളൂ, ഒരു വെളുപ്പ്. ഇത് എൻ്റെ അഭിപ്രായം, കറുപ്പും അല്ല വെളുപ്പും അല്ലാത്തൊരു സൈസാണ് കിട്ടിയത്. അത് വാങ്ങുമ്പോൾ ഇരിക്കും. നമ്മളെ പോയി വാങ്ങുന്ന വെച്ചാൽ നമ്മൾ അതൊക്കെ നോക്കൂ. ഇത് എൻ്റെ അടുത്ത് പഴയ വെല്ല കൊണ്ടുവച്ചത്, അപ്പത്തിന് എന്ന് പറഞ്ഞ് വാങ്ങിയതൊന്നും അല്ല. നല്ലോണം യോജിപ്പിക്കട്ടെ. അങ്ങനെ ഇതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ദോശമാവിനേക്കാൾ കുറച്ചും കൂടി കട്ടി കൂടണം. ഇതാ ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ അപ്പം സോഫ്റ്റായ അപ്പാവുള്ളൂ. ഇതിപ്പോ ഒരു ഗർഭിണിനെ കാണാൻ പോവുക, കാണാൻ പോകാൻ ഉണ്ടാക്കുന്ന അപ്പ. അങ്ങനെ ഓരോ ആവശ്യം വരുമ്പോഴല്ലേ ഈ അപ്പം ചൂടുക. വെറുതെ ആരും അങ്ങനെ അപ്പം ഒന്നും ചൂടൂല, അല്ലെ കുട്ടികൾ വേണം വീട്ടിൽ. എന്താ അപ്പം മാത്രമൊന്നുമല്ല, പലതും കൊണ്ടുവച്ചിട്ടുണ്ട്. 2 മണിക്കൂർ കഴിയട്ടെ. എന്നിട്ട് ഫുള്ളായിട്ട് അങ്ങ് അടച്ചു വെക്കുന്നില്ല, കുറച്ചൊരു പുറം വേണം അങ്ങനെ ആവി പോവാന്. അങ്ങനെ അപ്പം ചൂടാൻ ഒരുങ്ങുകയാണ്. ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഇട്ടു. കണ്ടോ ഞങ്ങളെ വെളിച്ചെണ്ണ വൈകുന്നേരം അത് സംഭവം. ഞങ്ങളെ വെളിച്ചെണ്ണ കിടക്കുക, ഉറങ്ങുക അവിടെ പറയാ. നോക്കുക, അതാണ് വയനാടിന്റെ പ്രത്യേകത, തണുപ്പാ. അങ്ങനെ എണ്ണ ചൂടായി കഴിഞ്ഞു, ഇനി ചൂടാൻ പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എങ്ങനെ ഉണ്ടാവും നോക്കുക. കൊല്ലുന്നുണ്ട്. അടിപൊളി അപ്പതാ റെഡി ആയി കഴിഞ്ഞു. ഇവിടെ നെയ്യപ്പം ചൂടുകയാണെങ്കിൽ ഒപ്പം തന്നെ ബീഫ് കറിയും വേണം. ബീഫും കൂട്ടി നെയ്യപ്പം തിന്നാണ്ട ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് കഴിച്ചു നോക്കിയാലേ ഇത് പറയാൻ പറ്റൂ. അത്രക്കും ടേസ്റ്റാ. അത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വിചാരിക്കുക എങ്ങനെയാ അത് കഴിക്കുക എന്നൊക്കെ. എന്നാൽ അതൊന്ന് കഴിച്ചു നോക്കണം. അപ്പൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നാടൻ അപ്പം, അങ്ങനെയാണ് ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? വേറെ എന്തെങ്കിലും ചേരുവതിൽ ചേർക്കോ എന്നൊക്കെ ഒന്ന് പറയണേ ഇത് കണ്ടിട്ട്. സംഭവം ഞാൻ ആദ്യം ചുട്ട് തിന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ട്. എല്ലാം ഒത്തതാ, ഉപ്പ്, മധുരം. ഇത് വെല്ലാണല്ലോ, വെല്ല ആയതുകൊണ്ട് ഷുഗറുകാർക്കൊക്കെ കഴിക്കാം, കൂടുതൽ കഴിച്ചില്ലെങ്കിലും. പിന്നെ ഞാൻ ഈ അപ്പം ചൂടുന്നത് വെളിച്ചെണ്ണയിലാട്ടോ. ഇപ്പം വെളിച്ചെണ്ണയിലൊന്നും അപ്പം ചൂടാൻ കഴിയില്ല, വെളിച്ചെണ്ണയ്ക്ക് കത്തി നിൽക്കുക വില. ഞാനത് നോക്കിയില്ല. വെളിച്ചെണ്ണയിലായാലും ഈ അപ്പം ടേസ്റ്റ് ഉള്ളൂ. പിന്നെ വെളിച്ചെണ്ണ എന്നുള്ളത് ഞാൻ വാങ്ങിയതല്ല, ഞങ്ങൾ ആട്ടിച്ച് വെളിച്ചെണ്ണ ആക്കി വെച്ചതാട്ടോ അവിടെ. അങ്ങനെയൊന്നുണ്ട്. അപ്പം ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വേകുമ്പോൾ ഞാൻ എന്താ എൻ്റെ പണിയായത് തിന്നുകൊണ്ടിരിക്കും. അപ്പം ചുട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വയറങ്ങ് ഫുള്ളാണ്. ഓരോ അപ്പം ചുട്ടെടുക്കും കുറേ താമസമാണ്. കുറേ അപ്പം ചൂടാണ്ടെങ്കിൽ നമുക്ക് 2, 3 ഒക്കെ ഒന്നിച്ച ചൂടാം. അപ്പം വലിയ പാത്രം കുറേ എണ്ണ ഒഴിച്ചാൽ. ഇത് കുറച്ച് അപ്പല്ലേ ചുടുന്നുള്ളൂ, അതെങ്ങനെ താമസമായി പോട്ടോ. അപ്പം കുറച്ചായ നല്ല നന്നായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നാടൻ അപ്പം, ഇവിടെ ഒക്കെ ചുടുന്ന അപ്പം, നല്ല ടേസ്റ്റി അപ്പം. ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ചെയ്ത പോലെ നിങ്ങൾ എങ്ങനെയാ ചുടുന്നു പറയും വേണം. അങ്ങനെ ഇവിടെ അപ്പം ചുട്ട് കഴിഞ്ഞു. നല്ല അടിപൊളി നെയ്യപ്പം. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് കമൻറ്റ് ഇടണേ. ഇപ്പം എൻ്റെ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.